ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞങ്ങളിപ്പോൾ പാരീസിലാണുള്ളത് കേട്ടോ. 2-3 വീഡിയോസൊക്കെ കണ്ടു കാണുമല്ലോ. അപ്പം ഞങ്ങൾ കഴിഞ്ഞ സൺഡേ ഇവിടെ എത്തി. സൺഡേയിൽ ഞങ്ങൾ രാവിലെ വന്ന് സ്പെയിനിൽ നിന്ന് നേരെ പാരീസിലോട്ട് വന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫുള്ളൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഈവനിങ് ഒക്കെ ഇവിടേക്ക് ഒന്ന് കറങ്ങി. അതിൻ്റെയൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം ഞാൻ ഇന്ന് ട്യൂസ്ഡേ ആണ്, നാളെ വെനസ്ഡേ. അപ്പം ഞാൻ ഇന്ന് 2 ദിവസവും വർക്കിംഗ് ആണ്. അപ്പം നമ്മളിവിടെ പാരീസിൽ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാഖിന് ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പം ഞാൻ അന്നേരം ആ 2 ദിവസം ഞാൻ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ ഒരു വർക്കിംഗ് ഇൻ പാരീസ് അല്ലെ വർക്ക് ഡേ ഇൻ പാരീസ് എന്നൊക്കെ ഉള്ളൊരു കണ്ടന്റ് ആയിരിക്കും ഞാൻ ഇന്ന് തരാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് എൻജോയ് ദിസ് വ്ളോഗ്. ഇന്നലെ അതായത് മൺഡേ UK പബ്ലിക് ഹോളിഡേ ആയിരുന്നു കേട്ടോ. അന്നേരം എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. വിശാഖിന് ഇന്നലെ ഈവനിങ് അതായത് ഒരു 5 മണിക്ക് ഇവിടുന്ന് പോകണമായിരുന്നു. കാരണം അവരുടെ ടീം ഡിന്നർ ഉണ്ടായിരുന്നു. അപ്പോൾ വിശാഖ് അതിന് പോയി ഇന്നലെ രാത്രിയിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ മിഡ് നൈറ്റ് ആയിട്ടാണ് വന്നത്. പിന്നെ ഇന്ന് രാവിലെ വിശാഖ് പോയിട്ടുണ്ട്. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് തൊട്ടിട്ട് രാത്രിയിലത്തെ ഡിന്നർ വരെ അവിടെ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ രാവിലെ പോയി ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയായി പോയിട്ടുണ്ട്. അപ്പം ഞാനിനിയും നമ്മൾ UK-നെക്കാട്ടിലും 1 അവർ നമ്മൾ മുമ്പോട്ടാണ് നമ്മൾ ഫ്രാൻസിൽ. അപ്പോൾ UK ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 8:30 ആയിട്ടേ ഉള്ളൂ. നമുക്കിവിടെ 9:30 ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ അങ്ങ് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് ഫിനിഷ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വർക്ക് തുടങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ ഒരു ഡേ ഞാൻ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തത് എന്നുള്ളതായിരിക്കും കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വൺസ് അഗൈൻ എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കട്ടെ. രാവിലെ എണീറ്റെല്ലാം പ്രഭാത കൃത്യങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഇനി അതിൻ്റെ പരിപാടികൾ നോക്കട്ടെ. മുസ്ലിം പിന്നെ അതുപോലെ തന്നെ യോഗട്ടുമാണ് കഴിക്കുന്നത്. ഞങ്ങളിത് കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കഴിക്കുന്നത്. അപ്പം നമുക്ക് കഴിക്കാമല്ലേ. ഞാൻ അതാ കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം വയറ് ശരിയാവാൻ വേണ്ടിയിട്ട് നല്ലതാണല്ലോ നമ്മൾ യോഗട്ടും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. അപ്പം അതാണ് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. നല്ലതാണ് കേട്ടോ. സാധാരണ പ്ലെയിൻ യോഗട്ടാണ്, ഫ്ലേവേർഡ് അല്ല. നല്ല ഫില്ലിങ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് കഴിക്കട്ടെ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഒരു പഴം കൂടെ കഴിക്കണമെന്ന് വിശാഖ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഹൗസ് കീപ്പിങ്ങിന് ആൾ വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ക്ലീൻ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഇന്ന് ക്ലീൻ ചെയ്യണ്ടെന്ന്. കാരണം ഞാൻ വർക്കിംഗ് ആണല്ലോ, ഞാൻ ഇതിനകത്തിൽ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ എനിക്കിപ്പോൾ ഒരു കോളും ഉണ്ട്. അത് കാരണം ഞാൻ പുള്ളിക്കാരത്തിയോട് കുഴപ്പമില്ലാന്നാണ്. അപ്പോൾ അവർ വെള്ളമൊക്കെ തന്നു. വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ കോഫി, ഷുഗറും ടീയും ഒക്കെ അവർ റീസ്റ്റോക്ക് ചെയ്തിട്ട് പോയി. പിന്നെ നമുക്ക് പുതിയ ടവൽസൊക്കെ തന്നിട്ട് പോയി അവർ. അപ്പോൾ ഓക്കെ, ഞാനീ വീണ്ടും വർക്ക് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരമൊക്കെ വർക്ക് ചെയ്തു. ഉച്ചയായിട്ടുണ്ട് ഇപ്പം നമുക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അങ്ങനെ എന്തെങ്കിലും സാലഡ്സ് പോലെ ഐറ്റംസൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഗെറ്റിംഗ് റെഡി ചെയ്യുന്നുണ്ട്. സൺസ്ക്രീനാണ് ഏറ്റവും കൂടുതൽ ഈ ട്രിപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത്. തീരാറായി. അതുകൊണ്ട് കുറച്ച് പിശുക്കിയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഫ്രാൻസിൽ പിന്നെ സ്പെയിനിലെ പോലെ അത്രയും ചൂടില്ല കേട്ടോ. വെയിലുണ്ട്, പക്ഷെ എന്നാലും സഹിക്കാവുന്ന വെയിലാണ്. ചെറിയൊരു തണുപ്പുമുണ്ട്. തീരാറായി, ഇച്ചിരി ഉള്ളനി. അതുകൊണ്ട് പിശുക്കിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. തൽക്കാലം കയ്യിലൊന്നും യൂസ് ചെയ്യുന്നില്ല. ലിപ്സ്റ്റിക്കൊന്നും ഇടേണ്ട ആവശ്യമില്ല. ചെറിയൊരു ലിപ് ബാം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. വിശാഖ് ഇങ്ങനെ അടച്ചിട്ട് പോകുന്നതാണ്.
വിശാഖ അടയ്ക്കുന്ന ലിപ് ബാമിൻ്റെ ബോക്സൊക്കെ വിശാഖിന് തന്നെ തുറക്കാൻ പറ്റുള്ളൂ. ഒക്കെ ചെറിയൊരു അപ്പോൾ നമുക്ക് പോവാം. സോയാ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ പോവാണ്. കഴിക്കുമോ, അവിടെ ഇരുന്ന് കഴിക്കണോ അതോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരണോ ഒന്നും എനിക്കറിയത്തില്ല. ജസ്റ്റ് പോയി നോക്കാം. അപ്പം ലെറ്റ്സ് ഗോ. അപ്പം എന്താ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാനത് ചെറിയൊരു ക്യാരി ബാഗ് എടുത്തിട്ടുണ്ട്. വെറുതെ ബാഗ് മേടിച്ച് പൈസ കളയണമല്ലോ. അപ്പം അവിടെ ഇരുന്ന് കഴിക്കുമോ അതോ മേടിച്ചോണ്ട് വരുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം ശരി. ഇപ്പം ഇവിടെ ഫുള്ളും കുറച്ചൊക്കെ തിരക്കാണ് കേട്ടോ. ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഓഫീസിലുള്ളവരൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ ഈ ഒരു സ്ക്വയറിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം അവൈലബിളാണ്. അപ്പം അതിനു വേണ്ടി ഫുള്ളും നമ്മളിങ്ങനെ എനിക്കിങ്ങനെ ലണ്ടനൊക്കെ ഓർമ്മ വരുന്നു. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകാം. നമുക്കൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ. ചിലപ്പോൾ അവിടെ നിന്ന് മേടിക്കുക, അല്ല എന്തെങ്കിലും ഫുഡ് കണ്ടാൽ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. നോക്കാം. അത്യാവശ്യം വലിയൊരു ഷോപ്പിംഗ് സെൻ്ററാണിത് കേട്ടോ. സ്റ്റാർബക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. എന്നിട്ട് അവിടെ ഇരുന്ന് വേണമെങ്കിൽ കഴിക്കാമായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ആലോചിക്കുന്നത് ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് വന്നിരുന്നെങ്കിൽ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാമായിരുന്നു. എന്ന് അവിടെ ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു നല്ല രസമല്ലേ അങ്ങനെ കഫേയിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യാൻ. അപ്പം ലാപ്ടോപ്പ് എടുത്തില്ല. ഇനിയിപ്പോൾ എനിക്ക് തിരിച്ച് നടക്കാനൊന്നും വയ്യ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഹോട്ടലിലേക്ക് തന്നെ പോവാണ്. സാധനങ്ങൾ മേടിച്ചു. ഞാനൊരു എന്തൊക്കെയാണ് മേടിച്ചെന്ന് അവിടെ ചെന്നിട്ട് കാണിക്കാം കേട്ടോ. വന്നപ്പോൾ ഓർത്തത് കുറച്ച് ഫ്രൂട്ട്സ് കൂടെ മേടിക്കായിരുന്നു. കാരണം എനിക്ക് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് വാട്ടർ മെലണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് കട്ട് മാംഗോസ് മേടിച്ചായിരുന്നു. പക്ഷെ ചിലപ്പോൾ പുളിയായിരിക്കും മാംഗോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഫ്രൂട്ട് ബൗളൂടെ മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ ഒരു മാപ്പിൽ നോക്കിയപ്പോൾ ഒരു M&S കണ്ടു. നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടുന്ന് ഒരു ഫ്രൂട്ടിൻ്റെ ബൗള് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് ഞാൻ തിരിച്ച് നടക്കുകയാണ്. പകുതി വരെ വന്നിട്ടാണ് ഓർത്തത്. അപ്പോൾ ഞാൻ പോവാണ്. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. സാധനങ്ങൾ കണ്ടിട്ട് നല്ലോണം വിശക്കുന്നു. അപ്പം എന്തായാലും നോക്കട്ടെ. മാംഗോ മാത്രമേ ഉള്ളൂ, പിന്നെ സ്ട്രോബെറി ഒക്കെ ഉള്ളൂ. എനിക്കതല്ല, എനിക്ക് വാട്ടർ മെലനായിരുന്നു വരേണ്ടത്. നമ്മൾ തിരിച്ചിറങ്ങുവാണ്. ഡ്രസ്സും കോസ്മെറ്റിക്സും എല്ലാം ഉണ്ട് ഇതിനകത്ത്. നമ്മുടെ UK M&S പോലെയാണിത്. മോണോപ്രിക്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ UK പോലെ നല്ല ക്ലൈമറ്റാണ്. അതായത് നല്ല ക്ലൈമറ്റ് എന്ന് ഉദ്ദേശിച്ചത് വെയിലുണ്ടെങ്കിലും നമുക്ക് ആ ഒരു കാഠിന്യം വലുതായിട്ട് തോന്നില്ല. പക്ഷെ സ്പെയിനിലൊക്കെ ഭയങ്കര ചൂടുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും അത് നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു ഭയങ്കരമായിട്ട്. ഇവിടെ ഓക്കെയാണ് കേട്ടോ, നല്ല ക്ലൈമറ്റാണ്. വെയിലുണ്ട് സ്റ്റിൽ, പക്ഷെ ചൂട് അങ്ങനെ അധികം അനുഭവപ്പെടുന്നില്ല. കൊള്ളാം. പുൽമൻ എഴുതിയിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഹോട്ടല്. ദിസ് വൺ. ഇതാ റൂമിലെത്തി. ഇനിയും വേഗം ഫുഡ് കഴിക്കാം. വിശക്കുന്നു. അയ്യോ വിശക്കുന്നു. TV കാണാം അല്ലേ? TV കാണാം. TV കണ്ടുകൊണ്ട് കഴിക്കാം. അയ്യോ റിമോട്ട് എവിടെ? ഓക്കെ, അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ ഞാൻ എന്തെങ്കിലും യൂട്യൂബിൽ ഒന്ന് കണ്ടുപിടിക്കട്ടെ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന ഇടയ്ക്ക് വലിയ പാടായിരിക്കും. അപ്പം നമ്മുടെ കറണ്ട് ഇഷ്യൂ തന്നെ എടുക്കാം അല്ലേ? ഓക്കെ, നമുക്ക് കുറച്ച് ലോക വിവരം കിട്ടട്ടെ. നമുക്ക് ന്യൂസ് കാണാം. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു വെജ് പിസ്സ മേടിച്ചു. വെജിറ്റേറിയൻ പിസ്സ മേടിച്ചിട്ടുണ്ട്.
പിന്നെ ഒരു പാസ്ത ബോക്സ്, സാലഡ് ബോക്സ് വാങ്ങിച്ചു. പിന്നെ കട്ട് മാംഗോസ് വാങ്ങിച്ചു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കട്ട് മാംഗോസ് മേടിച്ചു. പിന്നെ ഒരു ജ്യൂസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചെറി ജ്യൂസാണ്, ചെറിയുടെ ഒരു ജ്യൂസാണ്. ഒരു മിനിറ്റ്. അപ്പോൾ ആക്ച്വലി എനിക്കിത് ഫുള്ള് എനിക്ക് ഉച്ചകലത്തേക്ക് മേടിച്ചൊന്നുമല്ല കേട്ടോ. എനിക്ക് രാത്രിയിലും ഫുഡ് വേണം. അതുകൊണ്ട് ഞാൻ രാത്രിയിലത്തേക്ക് കൂടെ കരുതി ഞാൻ വാങ്ങിച്ചത്. ഇത്രയൊന്നും ഞാൻ കഴിക്കാനൊന്നും പോകുന്നില്ല. നമുക്കിവിടെ ഫ്രിഡ്ജ് ഉള്ളതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിനകത്തിൽ വെക്കാം. അപ്പം ഞാൻ കഴിക്കട്ടെ ഗൈസ്. കട്ട്ലറീസും ഒക്കെ അവർ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്കിപ്പോൾ തൽക്കാലം സ്പൂണിൻ്റെ ക്ഷാമം ഉള്ളതുകൊണ്ട് നമുക്ക് ഈ കത്തി വെച്ചിട്ട് നമുക്ക് ഫ്രൂട്ട്സ് പിക്ക് ചെയ്യാം. ആദ്യം കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കട്ടെ. അയ്യോ, നല്ല സുഖം. ആദ്യം തന്നെ നമുക്ക് പാസ്ത ട്രൈ ചെയ്യാം. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ആളുടെ അടുക്കൽ ഞാൻ ചോദിച്ചു വീഗൻ ഏതാണ്, കാരണം എനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ഇവരുടെ ഈ ഫ്രഞ്ചിലല്ല എഴുതിയിരുന്നത്. അപ്പോൾ എനിക്ക് വീഗൻ ഏതാ നോൺ വെജ് ഏതാ ഒന്നും മനസ്സിലായില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരനാണ് ഇത് വെജാണെന്ന് പറഞ്ഞ് തന്നു. ഇത് വെജാണ് കേട്ടോ. ഇതിൽ ഒലിവ്സും ടൊമാറ്റോ, പിന്നെ കുറച്ച് ക്യാരറ്റിൻ്റെ ഒക്കെ പീസ്, പിന്നെ ബെൽ പെപ്പറുണ്ട്, അതൊക്കെയുള്ളൂ. പിന്നെ പിസയും വന്നിട്ട് വെജ് തന്നെയാണ്. ഇത് കട്ട് ചെയ്യാൻ നമുക്ക് വേറെ മാർഗമൊന്നുമില്ല കേട്ടോ. കട്ട് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് നോക്കാം. എത്രത്തോളം മുറിയുമെന്ന് എനിക്കറിയില്ല. നമുക്ക് തൽക്കാലം ഇങ്ങനെ എടുക്കാം അല്ലേ പിസയ്ക്ക്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. സോറി, എൻ്റെ ആക്രാന്തം കണ്ടിട്ട് ആരും തെറ്റിയിരിക്കുന്നു. വിശക്കുന്നു. പാസ്ത ട്രൈ ചെയ്ത് നോക്കാം. നോർമൽ പാസ്ത കൊള്ളാം. വിശപ്പുണ്ടപ്പം ഉള്ളപ്പോൾ എന്ത് കിട്ടിയാലും കഴിക്കാമല്ലോ. നിങ്ങൾ കണ്ടില്ലേ, രാവിലെ ആയാലും യോഗട്ട് വിത്ത് മ്യൂസ്ലി മാത്രം കഴിച്ചതേ ഉള്ളൂ. ഞാൻ പഴം കഴിച്ചിട്ടില്ല, അത് നിൽപ്പുണ്ട്. ഇന്നലെ രാത്രിയിലും ഫ്രൂട്ട്സാണ് കഴിച്ചത്. ഹലോ. അപ്പം ഞാൻ ഓൾറെഡി ഒരു 4:30 ആയപ്പോഴത്തേക്കും വർക്ക് ഫിനിഷ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഒരു 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ 4:30 ആയപ്പോഴത്തേക്കും വർക്ക് ഫിനിഷ് ചെയ്തിട്ട് ഞാനൊരു ചെറിയൊരു ഉറക്കമൊക്കെ ഉറങ്ങി. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉറക്കമൊക്കെ ഉറങ്ങിക്കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു മൂഡ് ഓഫ് വരും. എനിക്കിഷ്ടമല്ല ഇങ്ങനെ കിടന്നുറങ്ങാൻ. പക്ഷേ ഇഷ്ടമാണ്, പക്ഷേ ഇങ്ങനെ മൂഡ് ഓഫ് ആകും. ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോഴാണ് നമ്മുടെ വിശാഖ് ഇതാ വന്നിട്ട് അപ്പോൾ വിശാഖ് വന്നിട്ട് ഇനിയിപ്പോൾ ഡിന്നറിന് പോവല്ലേ? ഡിന്നറിന് പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു കോൺഫറൻസ്? ബോറായിരുന്നോ? എന്തേ ബോറ്? ആണോ? ഓക്കെ, ഇൻട്രസ്റ്റിംഗ് അല്ലായിരുന്നു എന്നാണ് പറയുന്നത് കോൺഫറൻസ്. ഷാഗിനെ ഒരു 10 മിനിറ്റത്തേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്നേരം ഞങ്ങൾ വിചാരിച്ചു ചുമ്മാ ഒന്ന് പുറത്ത് പോയിട്ട്, ഭയങ്കര ബിസി മാനാണ്, അപ്പോൾ വെറുതെ ഒന്ന് പുറത്ത് പോയിട്ട് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടൊരു കോഫിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. ഷാഗിന് കുറച്ച് സമയമുള്ളൂ, അത് കഴിയുമ്പോൾ ഇനി ഡിന്നറിന് പോകണം. അപ്പം നമുക്ക് കഫേയിലേക്ക് പോവാം. അധികം നിന്ന് താമസിപ്പിക്കുന്നില്ല. ഞാൻ കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു, വിശക്കുന്നു. ഞാൻ നമ്മുടെ ഉച്ചയ്ക്ക് മേടിച്ച പിസ്സ
സാലഡ് ബാക്കിയുണ്ട്, മാംഗോ ഉണ്ട്, എല്ലാം കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. ബോറടിക്കുന്നത് കഴിച്ചിട്ട് സെയിം സാധനം തന്നെയല്ലോ ഉച്ചയ്ക്ക് കഴിച്ചത്. പിന്നെ വിശപ്പുള്ളതുകൊണ്ട് അങ്ങ് കഴിക്കുക. അപ്പോൾ ഓക്കെ, ടാറ്റാ. ഈ ഒരു ബ്രാൻഡ് നമ്മുടെ UK-ലും ഉണ്ട്, ഞങ്ങൾ വാങ്ങിക്കാറുണ്ട് ഈ ഒരു ബ്രാൻഡ്. എന്താ ഒരു 7:30-8 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല സൺലൈറ്റ് വരുന്നുണ്ടല്ലേ. പക്ഷേ ഇപ്പോഴും ഇവിടെ ലൈറ്റ് ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. പക്ഷെ നല്ലൊരു വ്യൂ ആണ് ഇവിടെ. സൺറൈസ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും, പക്ഷെ സൺസെറ്റ് വന്നിട്ട് ഓപ്പോസിറ്റാണ്. ഇതാണ് ആക്ച്വലി നമ്മുടെ ഹോട്ടലിൽ നിന്നുള്ള ഒരു വ്യൂ കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട്, ഇങ്ങനെ വായി നോക്കി നിൽക്കാൻ തന്നെ നല്ല രസമുണ്ട്. ഞാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഓരോ ആൾക്കാരിങ്ങനെ നടക്കുന്നതും ഒക്കെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. പക്ഷേ ഷോപ്സൊക്കെ ഇപ്പോൾ അടച്ചു കാണും, കാരണം ഒരു 8 മണി ആവാറായി. അപ്പം നല്ല രസമുണ്ട്, ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ നല്ല രസമുണ്ട്. അപ്പം ഞാനിവിടെ ഇങ്ങനെ ചുമ്മാ നിൽക്കുമായിരുന്നു. വിശാഖ് വന്നിട്ട് പോയത് ഞാൻ കണ്ടായിരുന്നല്ലോ. അപ്പോൾ വിശാഖ് ഇടയ്ക്ക് വന്നായിരുന്നു, വന്നിട്ട് പിന്നെയും പോയി. ഇനിയിപ്പോൾ ഡിന്നറിന് പോയി. കോൺഫറൻസ് കഴിഞ്ഞ് വന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിന്നറിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇനി ഞാൻ കുറച്ച് നേരം കൂടി ഇങ്ങനെ വായി നോക്കിയൊക്കെ നിന്നിട്ട് പോയി കിടക്കും. രാത്രിയാവും വിശാഖ് വരാൻ മിക്കവാറും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ വിട പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എൻഡ് ചെയ്യാണ് കേട്ടോ. ഇനിയും പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇനി കിടന്ന് ഉറങ്ങും. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഫുഡൊക്കെ നേരത്തെ കഴിച്ചായിരുന്നല്ലോ. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽ ദെൻ ടാറ്റാ.